നമസ്കാരം. കഴിഞ്ഞ ദിവസം എനിക്ക് നേരിട്ട ദുരനുഭവം പ്രേക്ഷകരുമായി പങ്കിടുന്നതിനാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഞാൻ അഡ്മിനായുള്ള അഞ്ചുനാട് കൂട്ടായ്മ കാന്തല്ലൂർ എന്ന പേരിലുള്ള വാട്സപ്പ് കൂട്ടായ്മയിൽ പാളപ്പെട്ടി ഉന്നതി സ്വദേശി കാർത്തിക് ഗോപാലകൃഷ്ണൻ വസ്തുവാങ്ങലുമായി ബന്ധപ്പെട്ടുള്ള കരാർ പോസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ പിറ്റേന്ന് വൈകിട്ട് സ്റ്റേഷനിൽ നിന്നും SI എന്നെ വിളിച്ച് നിങ്ങൾക്കെതിരെ പരാതിയുണ്ടെന്നും സ്റ്റേഷനിൽ എത്തണമെന്നും ആവശ്യപ്പെട്ടു. കാര്യം തിരക്കിയപ്പോൾ സോഷ്യൽ മീഡിയ വഴി ഒരാളെ അപമാനിച്ചെന്ന പരാതിയിലാണ് വിളിപ്പിച്ചിട്ടുള്ളതെന്ന് ഇദ്ദേഹം എന്നെ അറിയിച്ചു. സ്റ്റേഷനിലെത്തിയപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ക്ഷമാപണം പോസ്റ്റ് ചെയ്തതിനാൽ തുടർ നടപടികൾ വേണ്ടെന്നും പരാതി ഒത്തുതീർപ്പാക്കിയെന്നും അറിയിച്ച് അദ്ദേഹം എന്നെ തിരിച്ചയച്ചു. വാട്സപ്പ് ഗ്രൂപ്പിൽ വ്യക്തിപരമായി പേരെടുത്ത് പറഞ്ഞ് ഞാൻ ആരെയും അപമാനിച്ചിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. ഒരാളിട്ട പോസ്റ്റിനെ കുറിച്ച് എൻ്റെ നാട്ടുഭാഷയിൽ എനിക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. വസ്തുവാങ്ങലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരാർ പോസ്റ്റ് ചെയ്തയാൾ എനിക്ക് നീതി ലഭിക്കാൻ ഗ്രൂപ്പിലുള്ളവർ സഹായിക്കണമെന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടത്. കരാറിൽ പരാമർശിച്ചിട്ടുള്ള വ്യക്തി പണം വാങ്ങിയെന്നും ഭൂമിയുടെ രേഖകൾ തന്നിട്ടില്ലെന്നും ചോദിച്ചപ്പോൾ കണ്ടിട്ട് പോലും ഇല്ലെന്നൊക്കെ പറഞ്ഞെന്നും ഇതിൽ വലിയ സങ്കടമുണ്ടെന്നൊക്കെ ഇയാൾ ഗ്രൂപ്പിൽ പങ്കുവച്ച ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇത്തരക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ഗ്രൂപ്പ് അഡ്മിൻ കൂടിയായ ഞാൻ ആവശ്യപ്പെട്ടത് എങ്ങനെ അപമാനമാകും എന്ന് എനിക്കറിയില്ല. സോഷ്യൽ മീഡിയ വഴി അപമാനിച്ചു എന്ന് ഒരാൾ പരാതി നൽകിയാൽ ചുരുങ്ങിയ പക്ഷം കാര്യപ്രസക്തമാണോ എന്നെങ്കിലും പരിശോധിക്കേണ്ട ബാധ്യത പോലീസിനുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എനിക്കെതിരെ നൽകിയെന്ന് പറയുന്ന പരാതി ഇന്നലെ സ്റ്റേഷനിലെത്തിയപ്പോൾ SHO വായിച്ചു കേൾപ്പിച്ചു. ഈ പരാതിയിൽ എഴുതി പിടിപ്പിച്ച കാര്യങ്ങൾ തികച്ചും വാസ്തവ വിരുദ്ധമായിരുന്നു എന്ന് സത്യം അപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. ഗ്രൂപ്പിൽ ഞാൻ പോസ്റ്റ് ചെയ്ത ശബ്ദ സന്ദേശത്തിൽ പേരെടുത്ത് പറഞ്ഞ് ആരെയും അപമാനിച്ചിട്ടില്ല. ഇത്തരക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞത് അപമാനമാവുമോ? സംസാരത്തിനിടയ്ക്ക് ഒരു നാക്കുപിഴ അല്ലെങ്കിൽ വികാരക്ഷോഭം മൂലം അവൻ എന്ന് പറഞ്ഞ് അഭിപ്രായം പങ്കിട്ടാൽ അത് അപമാനിക്കലാവുമോ? നിയമപരിജ്ഞാനമുള്ളവരോട് ഞാൻ തിരക്കിയപ്പോൾ ഇത് അപമാനിക്കലിന്റെ പട്ടികയിൽ വരില്ല എന്നാണ് എനിക്ക് മറുപടി ലഭിച്ചത്. പരാതി സൂക്ഷ്മമായി പരിശോധിക്കാതെ സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ എന്നെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത് പരാതിക്കാരെ സന്തോഷിപ്പിക്കാനാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇത് എനിക്ക് വല്ലാത്ത മാനസിക വിഷമം സൃഷ്ടിച്ചു. ഒരു തരത്തിൽ പറഞ്ഞാൽ പോലീസ് എന്നെയല്ലേ അപമാനിച്ചത്. എൻ്റെ സഹപ്രവർത്തകർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു. തുടർന്ന് ഇദ്ദേഹം ലോക്കൽ പോലീസിൽ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് മൂലയിൽ ചാരാതെ പോലീസ് എന്നെ മടക്കി അയച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. പരാതി നൽകിയ ആൾ എന്നെ മനഃപൂർവ്വം പൊതുസമൂഹത്തിൽ അപമാനിക്കാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുകയും ലോക്കൽ പോലീസ് ഇക്കാര്യത്തിന് കൂട്ടുനിൽക്കുകയും ചെയ്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇക്കാര്യത്തിൽ വ്യാജ പരാതി നൽകിയ ആൾക്കെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകണമെന്നാണ് എനിക്ക് ലഭിച്ചിട്ടുള്ള നിയമോപദേശം. ഇക്കാര്യത്തെക്കുറിച്ച് ഞാൻ ഗൗരവമായി തന്നെ ആലോചിക്കുന്നുണ്ട്. ഇതേ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ, പരാതിക്ക് പിന്നിലെ യാഥാർത്ഥ്യം, കാര്യകാരണങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം മറ്റൊരു വീഡിയോയും ചെയ്യുന്നുണ്ട്.